വളരെ ചെറുപ്പം മുതൽ എനിക്ക് ഈ ശബ്ദത്തിനോട് വളരെ ഇഷ്ടമായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ വിഷ്വലിനേക്കാൾ കൂടുതൽ ഓഡിയോ കേട്ടിരുന്ന ആളാണ്. അതിന് പറയേണ്ടത് റേഡിയോന് അതിന് ഒരുപാട് ബന്ധമുണ്ട്. അതായത് ഞാൻ പണ്ട് എൻ്റെ അച്ഛൻ്റെ അമ്മയൊക്കെ അപ്പോൾ സ്ഥിരമായിട്ട് റേഡിയോ കേൾക്കുന്ന, ഇപ്പോൾ റേഡിയോ കേൾക്കുന്നവർ വളരെ ചുരുക്കമാണ്. പ്രായമായ ആൾക്കാരൊക്കെ കേൾക്കുന്നുണ്ടാവും. പക്ഷേ എനിക്ക് അപ്പോൾ ആ റേഡിയോ അങ്ങനെ കേൾക്കുമ്പോൾ ചലച്ചിത്ര ഗാനങ്ങളും നാടകങ്ങളും ഒക്കെ ഇങ്ങനെ കേട്ട് ആ ശബ്ദം ഞാൻ പണ്ടൊക്കെ റേഡിയോ ഒക്കെ പണ്ടൊരു ചെയ്തിട്ടുണ്ടാവും, ഇത് എവിടെ നിന്ന് ഈ ശബ്ദം വരുന്നതെന്നൊക്കെ പറഞ്ഞല്ലേ അപ്പുറത്തൊക്കെ ചെന്ന് നോക്കിയിട്ടുണ്ടോ, എല്ലാവർക്കും അനുഭവം ഉള്ളതാണ്. അപ്പോൾ ഈ ശബ്ദം ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് അവരുടെ അനൗൺസ്മെൻറ്റുകൾ ആകാശവാണി തൃശ്ശൂർ എന്നൊക്കെ പറയുമ്പോൾ ഇതാരും ഇത് എവിടെ ഇരുന്ന് പറയുന്നത്. അപ്പോൾ വളരെ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, ഇതെനിക്ക് അറിയണം, ഇത് എവിടെയാണെന്ന് അറിയണം എന്നൊക്കെ. പിന്നെ ശബ്ദത്തിനോട്, പിന്നെ സിനിമകൾ കാണുന്ന സമയത്ത് ശബ്ദം നൽകിയവർ എന്ന് എഴുതി കാണിക്കും. അപ്പോൾ ആനന്ദവല്ലി, ഭാഗ്യലക്ഷ്മി എന്നൊക്കെ എഴുതി കാണിക്കുമ്പോൾ അപ്പോഴാണ് മനസ്സിലാക്കിയത്, ശബ്ദം കൊടുക്കുന്ന വേറെ ആൾക്കാരുണ്ടല്ലേ. അവിടെ നിന്ന് തൊട്ട് ഞാൻ തുടങ്ങി.